നമ്മളിപ്പോൾ ഇവിടുത്തെ ന്യൂജേഴ്സിയിലെ ജിയാമരീസ് ഫാം എന്ന് പറഞ്ഞൊരു ഫാമിലാണ് പോകുന്നത്. ഇവിടെ സ്ട്രോബെറി പിക്കിങ്ങിനായിട്ട് ഒരുപാട് ഫാംസ് ഒക്കെ ഉണ്ട്. നമ്മൾക്ക് പക്ഷേ പോകുന്നതിന് മുന്നൊന്ന് വിളിച്ച് ചോദിക്കണം. കാരണം ക്ലൈമറ്റും അതുപോലെ അതിനനുസരിച്ചിട്ടൊക്കെ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാകും സമയത്തിലും പിക്കിങ്ങിലൊക്കെ. അപ്പം അതനുസരിച്ചിട്ട് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് പറയും. ആ സമയത്തിന് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ സാറ്റർഡേ നമുക്ക് ഫ്രീ പിക്കിംഗ് ആയിരുന്നു 11 മണി വരെ. പക്ഷേ സൺഡേ നമ്മൾക്ക് പേ ചെയ്യണം. $6 ഒരാൾക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പം ഈ ഒരു സൺഡേ ആണ് വന്നിരിക്കുന്നത്. ഈ വരുന്ന വഴിയിലൊക്കെ ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ഇപ്പോൾ ഫുൾ പച്ചപ്പല്ലേ, അതുകൊണ്ട് എപ്പോഴും എനിക്ക് യാത്ര ചെയ്യുമ്പം അത് എടുക്കാതിരിക്കാൻ തോന്നില്ല. ഞാൻ ഓർക്കും ഡയറക്റ്റ് ഇവിടെ ഫാമിലെത്തിയിട്ട് എടുക്കാമെന്ന്. പക്ഷേ വഴികളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എൻട്രൻസിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കുകയാണ്. ഓൺലൈൻ എൻട്രി ഒന്നും ഇല്ല, നമുക്ക് ഡയറക്റ്റായിട്ട് വന്നിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ. പിന്നെ സ്ട്രോബെറി മാത്രമല്ല, ഇതുപോലെ പീസും ലെറ്റസും അങ്ങനെയുണ്ട്. ഇതാണ് ഫ്രണ്ടും ഫാമിലി കേട്ടോ. നടന്ന് വേണമെങ്കിലും സ്ട്രോബെറി പിക്കിങ്ങിന് വേണ്ടിയിട്ട് പോകാം, പക്ഷേ ഒരുപാട് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് ഈ ഒരു ട്രാക്ടറിലാണ് പോകുന്നത്. ലാസ്റ്റ് ടൈം തുളിപ്പിന് പോയപ്പോഴും ഈ ഒരു വണ്ടിയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു നല്ല രസമാണല്ലേ. ഇത് പക്ഷേ വണ്ടിയിൽ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ട്രിപ്പ് കഴിഞ്ഞതായിരുന്നു കേട്ടോ. അതിൽ പക്ഷേ നമുക്ക് കയറാൻ പറ്റിയില്ല. ഞാനിങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടികളുണ്ട്. ഇതിനകത്തോട്ട് കിടക്കുമ്പോൾ തന്നെ അതേ നോക്കിക്കുക, ഒരു കാട്ടിനകത്തോട്ട് കിടക്കണ പോലെ രണ്ട് സൈഡ് നല്ല പച്ചപ്പാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ ഒരു ചുവന്ന സ്ട്രോബെറി പഴങ്ങൾ പറിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും കാണാനും അതൊരു പ്രത്യേക ഭംഗിയാണ്. പച്ച ഇലകൾക്കുള്ളിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും കേട്ടോ സ്ട്രോബെറിയൊക്കെ. നമ്മൾ നേരെ നോക്കിയിട്ട് വേണം നല്ല ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട്. അതെ, നമ്മളിപ്പോൾ സ്ട്രോബെറി ഫാമിലെത്തി. നിറയെ സ്ട്രോബെറീസ് ഉണ്ട്. അതെ, വലിച്ചോ, ഇത് ബട്ടർഫ്ലൈ. ഇത് കഴുക ഇത് നോക്കിക്ക, നിറയെ നല്ല രസമുണ്ട്. ഡിഫറെൻ്റ് ആണ്. ഇവിടെ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പം ശരിക്കും അവർക്ക് നല്ല സന്തോഷമായിരിക്കും. അവർക്കൊരു ഫണ്ണായിട്ടുള്ളൊരു ആക്ടിവിറ്റിയും കൂടെയാണല്ലോ. എല്ലാം പറിച്ചെടുക്കുക, എന്നിട്ട് അത് തന്നെ കഴിക്കുകയൊക്കെ ചെയ്യുക. ഇവിടെയൊക്കെ നിറയെ സ്ട്രോബെറി ഉണ്ട്, പക്ഷെ പിക്ക് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ എല്ലാം കുറേയൊക്കെ കേടുവന്നു. പക്ഷെ കാണുമ്പോൾ എല്ലാം ചുവന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഏത് പറിക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. അതെല്ലാവരും പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അധികം ആരുമില്ല കേട്ടോ. അപ്പുറത്തെ സൈഡിലാണ് കുറേ പേരുണ്ടായിരുന്നത്. നോക്കി പോ, എവിടെ നിന്ന് പറിക്കണം എന്നാണ് അറിയില്ല. ഈ തോട്ടത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഒരു പ്രശ്നം. ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നുണ്ടാവും. അത് അപ്പുറത്ത് കുറച്ച് നല്ലതുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകാം. എന്താ സൗണ്ട്? ഓ, ബേർഡ്സ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്ത് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ നോക്കുമ്പോൾ ഇവിടെ പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്ട്രോബെറീസ് ഉണ്ട്. ഓരോ സെക്ഷനിലും ഓരോ പേരുകളുള്ള സ്ട്രോബെറീസ് ആയിരുന്നു. നമ്മൾക്ക് പിന്നെ എല്ലാം സ്ട്രോബെറി മാത്രമാണല്ലോ, അല്ലാതെ അതിൻ്റെ ആ ഒരു വലിയതായിട്ടുള്ള ഡിഫറൻസ് ഒന്നും അറിയില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ നോക്കി വന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കാണുമ്പോൾ തന്നെ അതിൽ വ്യത്യാസം മനസ്സിലാവും. അതെ, ഇവർ രണ്ടുപേരും കൂടെ പറിച്ചതാട്ടോ ഇത്രയും സംഭവം. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകും വേണം. വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല, നമ്മൾ അതിനൊക്കെ പേ ചെയ്യണം. നമ്മൾ എത്രയാണോ പറിക്കുന്നത്, എത്രയാണോ കൊണ്ടുപോകുന്നത്, അതിനനുസരിച്ചിട്ട് അതിൽ LB കണക്കാണ്. അതിനനുസരിച്ച് നമ്മൾ അവിടെ പേ ചെയ്യണം. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ പറിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ നിർത്തില്ലല്ലോ, ഇങ്ങനെ പറിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ കുറച്ചൊക്കെ നമ്മൾ കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഒരു ഫാമിലാണ് വന്നിരിക്കണമെങ്കിലും ഒരു പിക്നിക് മൂഡാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ. നമ്മൾ ഇവിടെയൊക്കെ പിന്നെ ഈ ഒരു സ്ട്രോബെറിയൊക്കെ പിക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാവാറുണ്ടല്ലോ, എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിക്കും അവർക്കൊരു സന്തോഷമായിരിക്കും. നമ്മൾക്കൊരു രസമാണല്ലോ ഇങ്ങനെ ഫാമിലൊക്കെ വന്ന് പറിച്ച് നമ്മൾക്ക് കഴിക്കുകയും ചെയ്യാം, അതുപോലെ വീട്ടിലും കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും കൂടെ പറിച്ചതാട്ടോ. ഇത് പിള്ളേർ പറിച്ചതാണ്. ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴല്ലേ പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റാണ്. എന്നുവെച്ചാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളല്ലേ ഒരു വേറൊരു ടേസ്റ്റ് അത്. മമ്മ കഴിക്കണോ? ശരിക്കും മൾബറിയും ഇതൊക്കെ കഴിക്കില്ലേ, നല്ല പഴുത്ത മൾബറി കഴിക്കുന്ന പോലെ തന്നെ ടേസ്റ്റ്. ബെറീസൊക്കെ ഇപ്പം ഒരേ ടേസ്റ്റാന്ന് ഇപ്പോഴാണ് മനസ്സിലാവണം. ശരിക്കും വ്യത്യാസം ഉണ്ട് കേട്ടാ. അല്ലേ, ഞാൻ ലാസ്റ്റ് ടൈം ഒന്നും കഴിച്ചിട്ടില്ല.
ഇവിടെ ഞങ്ങൾ ഇത്തവണ വരുമ്പം ഓർത്തത് ജാനുട്ടിയുടെ ആദ്യത്തെ സ്ട്രോബെറി പിക്കിംഗ് ആണ്. ബാക്കി നമ്മൾ ഗ്രേപ്സ് ആപ്പിളൊക്കെ പിക്ക് ചെയ്യാൻ ജാനുട്ടിനെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ സ്ട്രോബെറി പിക്ക് ചെയ്യുന്ന സമയത്ത് ജാനുട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജാനുട്ടി വന്നതിന് ശേഷം ഇപ്പോഴാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാനുട്ടിനെ കൊണ്ട് സ്ട്രോബെറി ഒക്കെ വലിക്കണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ജാനുട്ടിക്ക് താഴത്തെ മണ്ണ് കണ്ടപ്പോൾ ജാനുട്ടിക്ക് ഇഷ്ടപ്പെടണില്ല. അത് പറിക്കാനും തൊടാനൊന്നും ഇഷ്ടമാവണില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ തന്നെ പറിച്ച് ജാനുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ജാനുട്ടി പിന്നെ കഴിക്കുകയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നല്ല വലിയ വലിയ സ്ട്രോബെറിയാണ്. പക്ഷെ കേടുവന്നാണല്ലോ. ഓ ഇതൊക്കെ കണ്ടോ എന്തൊരു വലിയ സ്ട്രോബെറീസാണ്. അതൊക്കെ എനിക്കൊന്ന് ഹൈബ്രിഡ് വെറൈറ്റീസാണ് സാധനങ്ങൾ. ഭയങ്കര വലുത്. ഇതിൻ്റെ സ്ട്രോബെറിയുടെ ഇലയും കണ്ടോ നല്ല വലുതാണ്. എൻ്റെ കൈൻ്റെ എത്രയുണ്ടത്. ഇത് നോക്കിക്കേ. ഇത് നോക്കിക്കേ എന്തോ സ്ട്രോബെറിയുടെ വലിപ്പം കണ്ടോ. ഒരു ആപ്പിൾ പോലെ ഉണ്ട്. ആപ്പിൾ സ്ട്രോബെറി ആയിരിക്കും ഇനി ഇത്. നോക്കിക്കേ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ. നല്ല മഞ്ഞ കളർ. ഇത് എന്താണെന്നറിയോ? മഞ്ഞ പൂവ്. ആഹാ അല്ലല്ല ഇത് വേറെ എന്തോ. ഇതിവിടെ കളയാണ് കേട്ടോ, അല്ലാതെ വേറെ പ്രത്യേകിച്ചുള്ളൊരു പൂവൊന്നുമല്ല. പക്ഷേ ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ. ഇവിടെ മുഴുവനും ഈ ഒരു മഞ്ഞപ്പൂവാണ്. ശരിക്കും ഇതിനകത്തോട്ട് കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ഞങ്ങളിങ്ങനെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇതിന് വെളിയിൽ നിന്നിട്ട് തന്നെ നിറയെ ഫോട്ടോസ് എടുത്തു. അതെ അകത്ത് കുതിരയാണ് ഉള്ളത്. ഇവിടെ കോണും ഒക്കെ ഉണ്ട്. പക്ഷെ കോണിൻ്റെ ടൈം ആയിട്ടില്ല. അപ്പോൾ കോൺ വരുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ പിക്കിങ് ചെയ്യാൻ പറ്റില്ല. കോണ് കണ്ടോ വരുന്നേ. പക്ഷെ ഇത് പിക്ക് ചെയ്യാൻ അതിന് പ്രത്യേകിച്ചൊരു ടൈമുണ്ട്. ആ ഒരു ടൈമിൽ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്വീറ്റ് ആയിരിക്കും. ഇതുണ്ടോ ഷുഗർ സ്നാപ്പ് പീസ് എന്ന് പറഞ്ഞ ഇതും കൂടെ ഉണ്ട്. ഇത് നമ്മൾക്ക് പ്ലക്ക് ചെയ്യാം. നല്ല കാറ്റായി. പക്ഷെ പറിക്കണമൊന്നുമില്ല കേട്ടോ. ഇത് നല്ല ടേസ്റ്റ്. പീസ് നമ്മുടെ പച്ചപ്പെട്ട ഇവിടെ പിന്നെ ഷുഗർ സ്നാപ്പ് പീസ് ഇത് കണ്ടോ ഇതുണ്ട്. അതുപോലെ അപ്പുറത്തൊക്കെ ലെറ്റസും അങ്ങനത്തെ സംഭവങ്ങളും കുറച്ചുണ്ടായിരുന്നു. ഇതും നമ്മൾക്ക് പറിച്ചെടുക്കാം. ഇതെന്തോ കടുകാണോ? കടുക എന്തൊരു സാധനമാണ്. ഇവിടെ ഒരു മഞ്ഞപ്പൂ കണ്ടപ്പോൾ ഇതെന്താ സംഭവം എന്ന് ഇങ്ങനെ നോക്കായിരുന്നു. കാനല ഓയിൽ ഉണ്ടാക്കില്ലേ അതിൻ്റെ ആ ഒരു സംഭവമാണ്. കടുക് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും സ്ട്രോബെറി പിക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ബില്ല് ചെയ്യാണ്. ഞങ്ങൾ കുറച്ചെടുത്തുള്ളൂ, ഒരു ചെറിയ ബോക്സിലുള്ളത്. പിന്നെ ഇവർ ലെറ്റസും അതുപോലെ സ്നാപ്പീസും ഒക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ട്രോബെറി പിക്കിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി പിക്കിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എൻ്റെ കണ്ടതിൽ ബൈ.